ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത് എന്നെ പോലെ മുടിക്കിട്ട് ഉള്ളില്ലാത്ത കോലം മുടിയായിട്ട് വളഞ്ഞു പൊളഞ്ഞൊക്കെ കിടക്കുന്നവർക്ക് നമുക്ക് മുടി എങ്ങനെ നന്നായിട്ട് പറന്ന് വിടർത്തിയിടാം എന്ന് കാണിക്കുന്ന ഒരു ട്രിക്കും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിലരുടെ മുടിയാണെങ്കിൽ ഷാമ്പു ഇട്ടാൽ പോലും അങ്ങനെ പറന്ന് നിൽക്കില്ല. ഇപ്പൊ എന്റെ മുടി എങ്ങനെയാ, എണ്ണയൊക്കെ പോകും, പക്ഷേങ്കിൽ വളഞ്ഞ് പൊളഞ്ഞ് ഒട്ടിപ്പിടിച്ചൊക്കെ കിടക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പം ഈ ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് മനോഹരമായിട്ട് പറത്തി നിർത്താം നമുക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട്, കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്തു, പക്ഷെ ഓരോ വീഡിയോ വരുമ്പോഴും ഓരോ വീഡിയോ കാണുമ്പോഴും പിന്നെയും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ആയി പോയിട്ടുള്ളവരുണ്ട്. അപ്പൊ എന്നോട് കുറച്ചുപേര് ചോദിച്ചു, ഓരോ പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്യണോ, ഞാൻ ഇന്നും ചെയ്തിട്ടുണ്ട് അന്നും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി. പിന്നെ എന്നും അല്ല, ഓരോ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണ്ട. അങ്ങനെ ചെയ്യുമ്പം അത് സബ്സ്ക്രൈബ് ചെയ്തത് ക്യാൻസൽ ആയി പോവാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ്ഡ് എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഞെക്കണ്ട, ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചെയ്താൽ മതി, എല്ലാ വീഡിയോയ്ക്കും ചെയ്യണമെന്നില്ല. ഇനി ഇൻ കേസ് ആരെങ്കിലും ഒക്കെ പിന്നെ ചെയ്ത് സബ്സ്ക്രൈബ്ഡ് എന്നുള്ളത് മാറി സബ്സ്ക്രൈബ് എന്നായി പോയി, അത് ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഞെക്കി സബ്സ്ക്രൈബ്ഡ് എന്ന് ആണ് ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മള് എന്തെങ്കിലുമൊക്കെ പാർട്ടി ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോഴാണല്ലോ നമുക്ക് നന്നായിട്ട് ഒരുങ്ങി പോകേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ദിവസത്തിന് തലേ ദിവസം രാത്രി, അതായത് ഇപ്പൊ രാവിലെ നമുക്ക് പോകേണ്ടതെങ്കിൽ തലേ ദിവസം രാത്രി, ഇനി വൈകുന്നേരമാണ് പാർട്ടിയെങ്കിൽ അന്ന് രാവിലെ ചെയ്താലും മതി. ഇനിയിപ്പോ അതിന് തലേ ദിവസം രാത്രി ചെയ്താലും കുഴപ്പമില്ല, കാരണം എത്രത്തോളം കൂടുതൽ നേരം ഇരിക്കുന്നത് അത്രത്തോളം നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം ഷാമ്പു ഇട്ട് മുടി നന്നായി കഴുകുക. ഞാൻ പറഞ്ഞില്ല, ഷാമ്പു ഇട്ടാലും ചിലരുടെ മുടി ഒട്ടും പറന്ന് നിൽക്കില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്പ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഷാമ്പു ഇട്ടിട്ട് എണ്ണയൊക്കെ കളയുക. എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് ചീപ്പും പിന്നെ ഈ സാധനം ഇതുണ്ടോ, ടിക് ടാക്ക് എന്ന് പറയും. നിങ്ങൾ എന്താ പറയുന്നത്, ഞാനൊക്കെ പണ്ട് ഇത് പറഞ്ഞാൽ ഞൊട്ടാഞ്ഞൊടി എന്നായിരുന്നു കേട്ടോ. പിന്നെ കോളേജിൽ ചെന്നപ്പോഴാണ് ഇതിന് ടിക് ടാക്ക് എന്നാണ് പേര് എന്ന് മനസ്സിലായത്. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്, ഇത് തന്നെ വേണമെന്നില്ല, സ്ലൈഡ് ആണെങ്കിലും മതി. അപ്പൊ നമുക്ക് കാണാം എന്താ ചെയ്യുന്നതെന്ന്. രാത്രിയായി, നമുക്കിനി മുടി നന്നായിട്ട് ചീകി ഒരുക്കണം. അപ്പം ഞാൻ ഫ്രണ്ടിലത്തെ വകച്ചിൽ അതുപോലെ തന്നെ വെച്ചിട്ട് ബാക്കിൽ നിന്ന് മുടി ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ചീകി ചെടയെല്ലാം കളയുകയാണ്. മുടി ഷാമ്പു ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഞാൻ ഓൾറെഡി ഷാമ്പു ഇട്ടതാണ്. അപ്പോൾ ഷാമ്പു ഇട്ട് ഉണങ്ങിയതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പ് വേണം ഇത് ചെയ്യാൻ. ഇനി മുടി കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ പിന്നാൻ പോവാണ്. അപ്പം ഓരോ വശത്തു നിന്നും ഞാനിപ്പം 6 പാർട്ടായിട്ട് എടുക്കാനാണ് പോകുന്നത്. അതായത് 6 സെക്ഷനായിട്ട് എടുത്ത് പിന്നുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടിയെടുത്ത് പിന്നുമാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം നോക്കിക്കുക, ആദ്യം ഞാൻ കുറച്ചെടുത്തു മുടി, എന്നിട്ട് അത് നന്നായി ടൈറ്റായിട്ട് പിന്നണം. മേലെ മുതൽ, മേലെന്ന് വെച്ചാൽ ഒത്തിരി മേലെയല്ല, ഉച്ചീൻ്റെ അവിടെ നിന്നല്ല, ചെവിയുടെയൊക്കെ ആ ഭാഗത്തു നിന്നായിട്ട് ടൈറ്റായിട്ട് പിന്നണം. മാക്സിമം നമുക്ക് എത്ര ടൈറ്റാക്കാൻ പറ്റുന്നോ അത്രയും ടൈറ്റ് ആവണം, എന്നാലേ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ വരുള്ളൂ. അങ്ങനെ നന്നായിട്ട് പിന്നെ അറ്റം വരെ എത്തിക്കണം. എന്താ, ഞാൻ അറ്റം വരെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് മാക്സിമം എത്രമാത്രം പിന്നാൻ പറ്റുമോ അത്രയും പിന്നണം കേട്ടോ, എന്നാലേ അടിഭാഗമൊക്കെ നന്നായിട്ട് പറന്ന് കിടക്കണമെങ്കിൽ അടി വരെ എത്തണം. അപ്പം ഞാൻ ലാസ്റ്റ് വരുന്നൊരു കുറച്ച് മുടി എടുത്ത് മടക്കി വെച്ച് ടിക്ടാക്കിട്ട് അത് ക്ലിപ്പ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അടുത്ത സെഷൻ എടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ ഒരു സൈഡിൽ മൂന്ന് സെഷനായിട്ടാണ് മുടി എടുക്കുന്നത്. അപ്പം അതിനനുസരിച്ച് മുടി കുറച്ചെടുത്തിട്ട് പകുത്തെടുത്തിട്ട് പിന്നണം. അപ്പോൾ രണ്ടാമത്തെ സെഷൻ ഇതുപോലെ ആ ചെവീൻ്റെ അവിടെ മുതൽ വേണം പിന്നി തുടങ്ങാൻ. അപ്പം അങ്ങനെ അവിടെ നന്നായിട്ട് ടൈറ്റായിട്ട് പിന്നണേ, നല്ല ടൈറ്റായിട്ട് പിന്നിയെടുക്കണം. ചെട ഇല്ലാതെ വേണം എടുക്കാൻ. നമ്മൾ സ്കൂളിലൊക്കെ ഇരട്ട കെട്ടിക്കൊണ്ട് പോലെ യൂണിഫോമിൻ്റെ കൂടെ, അപ്പോൾ ആ സമയത്ത് റിബൺ ഇട്ടല്ലേ കെട്ടാറ്. അപ്പോൾ ഈ പിന്നി അടിഭാഗത്ത് വരുമ്പം റിബണും മുടിയും കൂടെ ഒരുമിച്ച് പിന്നുന്ന ഒരു പരിപാടിയില്ലേ, അതുപോലെ ഇതിനും ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ റിബൺ ഇട്ട് കെട്ടാം, അല്ലെങ്കിൽ ടിക്ടാക്ക്, അല്ല റബ്ബർ ബാൻഡ് ആണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ റബ്ബർ ബാൻഡ് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വട്ടം ഇടേണ്ടി വരും എന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തതും ഇതുപോലെ പിന്നി എടുത്തിട്ട് ഏറ്റവും അടിഭാഗം ടിക്ടാക്ക് ഇട്ട് വെക്കണം. അപ്പം ഞാൻ ഒന്നാമത്തേൻ്റെ ടിക്ടാക്കിലേക്ക് തന്നെയാണ് ഇതും കൂടി ഇട്ട് വെക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾ സെപ്പറേറ്റ് ഇട്ടാൽ മതി, എന്നാലേ അത് നിൽക്കുള്ളൂ രാവിലെ വരെ. അപ്പോൾ അങ്ങനെ 2 കഴിഞ്ഞ് ഇനി മൂന്നാമത്തേലേക്ക് പോവാണ്. അത് നന്നായിട്ട് ചീകി നന്നായിട്ട് പിന്നിയെടുക്കണം. നല്ല ടൈറ്റായിട്ട് വേണം പിന്നാൻ. അതും കഴുത്തിൻ്റെ അവിടം കൊണ്ട് വേണം
പിന്നൽ തുടങ്ങാൻ. അങ്ങനെ അതും നന്നായിട്ട് ടൈറ്റായിട്ട് പിന്നി അടിഭാഗം എത്തിച്ച് അതിൻ്റെ അടിയിലും അടുത്ത ടിക് ടാക്ക് ഇട്ട് വെക്കുക. അല്ല റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ റിബൺ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിന് അത് ചെയ്യുക. അപ്പം ഞാനിതെല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്യുകയാണ്. ഇനി അതുപോലെ അപ്പുറ സൈഡും ഫുള്ള് 3 സെഷനായിട്ട് എടുത്തിട്ട് പിന്നി വെക്കണം. അങ്ങനെ ഞാൻ കഴിയാൻ പോവുകയാണ്, അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇത് കുറച്ച് ചടങ്ങാണ്, കുറച്ച് സമയം എടുക്കും. നമുക്ക് ഇതിപ്പോൾ ഞാൻ 6 ആക്കിയത്. അപ്പോൾ കുറച്ച് മുടി കൂടുതലുള്ളവർക്കാണെങ്കിൽ 4 2 വെച്ച് 4 ആക്കിയാലും മതി. പിന്നെ എൻ്റെ അത്രയും പോലും കട്ടിയില്ലാത്തവരാണെങ്കിൽ 8 ആക്കാം. അങ്ങനെ എണ്ണം കൂട്ടാം കേട്ടോ. പിന്നെ ഇത് ഒത്തിരി സമയം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ആരുടെയൊക്കെ ഹെൽപ്പ് ചെയ്യിക്കാം. ഞങ്ങൾ പണ്ട് ഹോസ്റ്റലിലായിരുന്നപ്പം എൻ്റെ മുടിക്ക് ഒട്ടും കട്ടിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പം ഞങ്ങൾ കോളേജിൽ ഈ ഈ എം സി ഒക്കെ ആവുമായിരുന്നു ഇടയ്ക്ക് ഞാൻ, മാസ്റ്റർ ഓഫ് സെറിമണിയില്ലേ. അപ്പോൾ ഒന്നെങ്കിൽ എം സി അല്ലെങ്കിൽ എന്തെങ്കിലും റിസപ്ഷൻ ആൾക്കാർ ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വരുമ്പോൾ സാരിയൊക്കെ എടുത്ത് നിൽക്കണം. അപ്പോൾ അത് മുടിയൊക്കെ പരത്തിയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കണം ഒരുങ്ങി. അപ്പോൾ ആ സമയത്തൊക്കെ തലേദിവസം രാത്രി ഇരുത്താൻ പരിപാടി. അപ്പോൾ കിടക്കാൻ പോകുമ്പോഴല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും, അതിൻ്റെയൊക്കെ പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ നേരത്താണ് ഈ പരിപാടി. അപ്പം പെട്ടെന്ന് കിടക്കാൻ വേണ്ടിയിട്ട് 5-6 പേര് അവിടുന്ന് ഇവിടുന്നെല്ലാം ഓരോ പിടിച്ച് പിന്നെ സഹായിക്കും. അപ്പം അങ്ങനെ പെട്ടെന്ന് പണി. ഓക്കെ, അപ്പം നമ്മുടെ 6 എല്ലാം കംപ്ലീറ്റ് ആയി സെറ്റായി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കെട്ടി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നല്ലോ. ഇതിപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ക്ലിപ്പെല്ലാം പോയി ഓരോ വഴിക്കായിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ ഞാൻ ചുമ്മാ അതിലേക്ക് കുറച്ച് മുടി മുറിച്ചിട്ടതാണ്. ഇതെല്ലാം കൂടി പിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ പിന്നിട്ടില്ല. ഇതെല്ലാം കൂടി പിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം വല്ലാണ്ട് അങ്ങ് പൊന്തി പറന്ന് നിൽക്കുക. അപ്പം നമുക്ക് ഈ ചീകുമ്പോൾ ഒക്കെ ഒരു ഒതുക്കം കിട്ടില്ല. അപ്പം എനിക്ക് അത്ര അങ്ങ് പറന്ന് നിൽക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ഒതുങ്ങി ഈ അടിഭാഗത്തോട്ട് നന്നായി പറന്ന് നിൽക്കുന്ന ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിന്നിയത്. അപ്പം നിങ്ങൾക്ക് എല്ലായിടും നന്നായി പറന്ന് നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ മുതലേ ഇങ്ങനെ പിന്നി തുടങ്ങി ഫുള്ള് അപ്പം നന്നായി പറന്ന് നിൽക്കും. അപ്പം നമുക്ക് ഇത് വെച്ച് കിടന്നുറങ്ങാം. ഇങ്ങനെ പിന്നീട്ട് ഉറങ്ങുന്നതിന് നമ്മുടെ ഉറക്കത്തിന് ഒരു തടസ്സമൊന്നും ആവില്ല കേട്ടോ, ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. അപ്പം ഇവിടെ സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞു. അപ്പം നാളെ രാവിലെ ഇത് പിന്നലഴിക്കുമ്പം കാണാം എങ്ങനെ ഇരിക്കുന്നതെന്ന് മുടി. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ നേരം എടുത്തു, ഞാൻ വരാൻ കുറച്ച് ലേറ്റായി. ഇവിടെ ഇപ്പോൾ 10 മണിയായി, 9:55 കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് മോനോടി ഉറങ്ങിയിട്ട് വരാമെന്ന് ഓർത്തിട്ടാണ് കുറച്ച് ലേറ്റായത്. അപ്പോൾ എൻ്റെ മുടിയൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല 6 വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ എല്ലാം ഓരോ വഴിക്ക് പോയി. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പിന്നിട്ട് ഞാൻ ബാക്കിൽ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചു, കണ്ടോ? അപ്പോൾ രാവിലെ പണിയൊക്കെ എടുക്കുമ്പോൾ അല്ല പിന്നെ ഭയങ്കര ശല്യമായിരിക്കും ഇങ്ങോട്ടൊക്കെ ചാടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം. അടുത്ത പണി തുടങ്ങാം കേട്ടോ. അഴിക്കൽ പിന്നെ എളുപ്പമാണ്, കുറച്ചുകൂടി എളുപ്പമാണ് പിന്നുന്നതിനെക്കാട്ടിലും. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ മാക്സിമം ടൈറ്റായിട്ട് പിന്നണം. പിന്നെ അതുപോലെ അടിഭാഗം രാവിലേക്ക് എണീക്കുമ്പോൾ ആണെങ്കിലും അത്യാവശ്യം അടിഭാഗം വരെ ഉണ്ടാവണം പിന്നൽ, അല്ലെങ്കിൽ പകുതി പറക്കൂല, പകുതി അങ്ങനെ വിടർന്ന് നിൽക്കില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇതാ കഴിയാൻ പോകുന്നു. ഓക്കെ, ഇതാണ് അഴിച്ച് കഴിയുമ്പോഴേ. ഓക്കെ, നമുക്ക് ഇതുണ്ട്, ചെറിയൊരു ചുളിവുകളൊക്കെ വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? നമുക്ക് ചീകി നോക്കാം കേട്ടോ. ചീകുന്നത് ശരിക്കും ചെട മാറ്റാൻ വേണ്ടിയിട്ടുള്ള, ജസ്റ്റ് അതൊന്ന് പറന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പതിയെ ചീകിയാൽ മതി, കാരണം ചെടയില്ല, ചെട കളയാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് അത് കാരണം ഒത്തിരി ശക്തിയിലൊന്നും ചെയ്യണ്ട, പുറമേ ഇങ്ങനെ ഒന്ന് ചീകി വിട്ടാൽ മതി. ഇതിങ്ങനെ ദിവസം മുഴുവൻ അങ്ങനെ നന്നായിട്ട് നിന്നോളും. ഇനി ഇൻ കേസ് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചാരി നിൽക്കുകയോ ചാരി നിൽക്കുകയൊക്കെ ചെയ്യുമ്പം
കുറച്ച് ഒരു വിടർന്ന് നിൽക്കുന്നത് കുറഞ്ഞു പോയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ചീപ്പ് കൊണ്ട് ജസ്റ്റ് മേലെ കൂടെ ഒന്ന് ചീകി കൊടുത്താൽ മതി, നന്നായിട്ട് നിന്നോളും. ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കിടക്കുന്നതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതാണ് മുടി പറപ്പിക്കുന്ന വിദ്യ. കണ്ടില്ലേ, എന്തോ ഒരു മുടി എനിക്ക്. ഇനി മുടി ഒന്ന് കെട്ടി കാണിച്ചു തരാവേ ബാക്കിൽ. ജസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബനാന ക്ലിപ്പിട്ട് കാണിച്ചു തരാം. നന്നായിട്ട് ചീകുന്നൊന്നുമില്ല, പെട്ടെന്നൊന്ന് ഇടുവാണ്. നോക്കിയോ, ഇതാ എങ്ങനെയുണ്ട്, നല്ല രസമില്ല കാണാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ചുമയാണ്, അതുകൊണ്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഭയങ്കര തണുപ്പ്, എല്ലാവർക്കും ഫ്ലൂ ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. മിക്കവർക്കും അറിയുന്നതായിരിക്കും. അറിയത്തില്ലാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിപ്പോൾ മുടി വെട്ടിക്കളയുന്ന പരിപാടിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. എന്നെപ്പോലെ മുടിക്ക് ഉള്ളു കുറവുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷം. കാരണം ഇത് നമ്മുടെ സ്വന്തം മുടിയാണോ എന്ന് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് കണ്ടു കഴിയുമ്പോൾ. ഇത് കുറച്ച് ലോങ് പ്രൊസീജിയറാണ്. വളരെ ഈസി ആയിട്ട് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഇത്രയും പറക്കൂല, പക്ഷെ അത്യാവശ്യം ഉള്ളു തോന്നിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് കൂടിയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം കേട്ടോ. ഞാനൊരു രസം പറയാവേ. ഞാൻ ഇങ്ങനെ മുടി ഇതുപോലെ ചെയ്തിട്ട് പെണ്ണ് കാണാൻ വന്നപ്പോഴാണോ അതോ കല്യാണം ഉറപ്പീരിനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ദിവസം ഞാനങ്ങനെ ചെയ്തു. അപ്പം നന്നായിട്ട് മുടിയൊക്കെ പറന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി നീട്ടം ഉണ്ടായിരുന്നു മുടിക്ക്. മുടിയെല്ലാം പറന്ന് ഞാൻ ബനാന ക്ലിപ്പ് കൂടി ഇട്ട ഭയങ്കര സ്റ്റൈലായിരുന്നു. പിന്നെ അന്നുണ്ടായിരുന്ന ആൻറ്റിമാരൊക്കെ പറഞ്ഞു പെണ്ണിന് നല്ല മുടിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് കല്യാണം കഴിഞ്ഞ് അവർ പിന്നെ എൻ്റെ മുടിയെല്ലാം ഇങ്ങനെ വളഞ്ഞൊക്കെ കിടക്കുമല്ലേ. അന്നേരം അവർ പറയും, അയ്യോ കല്യാണത്തിന് ജന്മമൊക്കെ എന്തോ ഒരു മുടിയായിരുന്നു, അതെല്ലാം പോയല്ലോ, കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടാണെന്നുള്ളത് നമുക്കല്ലേ അറിയൂ. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് മറ്റുള്ളവരെ അതിശയിപ്പിക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.